നാട്ടെ നിങ്ങൾ നോക്ക്, ഇപ്പോഴും കുട്ടികളാണെന്ന് തോന്നുന്നു. രണ്ടുപേരും അതിന്റെ മണ്ടേ നിൽക്കുന്നുണ്ടോ? ആ കാറ്റാടിപ്പാറയുടെ മണ്ടേ കയറി നിൽക്കുമോ? ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ അവരിക്കുന്നത് ഡേഞ്ചർ ഏരിയയിലാണെന്ന് മനസ്സിലായി. പോലീസുകാർ ജംഗ്ഷനിൽ വന്നു ഞങ്ങളോട് സംസാരിക്കാൻ വേണ്ടി. ആ സമയം കുട്ടികളെടുത്ത് ചാടുകയും ചെയ്തു. ആരോ വന്ന് ഈ കൊച്ചുങ്ങളോട് അവിടെ നിന്ന് എണീറ്റ് പോകാൻ പറഞ്ഞു. രണ്ടുപേരോട് ഇങ്ങി ചാടുമായിരുന്നു. എടുത്ത് ചാടുന്ന രംഗം കണ്ട് കുറച്ചു നേരത്തിന് ഒരു മണിക്കൂറത്തിന് എനിക്ക് വല്ലാത്ത ഒരവസ്ഥയായിപ്പോയി. ഞങ്ങൾക്ക് അതിന്റെ കയറി യഥാർത്ഥ വഴി അറിയത്തുള്ളൂ. ഇവിടെ വരുന്നവർക്ക് ഇതിലേക്കൂടെ ഒക്കെ വഴിയുണ്ടെന്ന് അവർക്കറിയാം. ഇവിടെ ഉള്ളവർക്ക് അറിയത്തില്ല സത്യത്തിൽ. നമ്മൾ എന്തെങ്കിലും കണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പോലീസ്, പിന്നെ നമ്മൾ നാട്ടുകാരുടെ മുന്നിൽ പരിഹാസരാവും. ഞങ്ങൾ മൂന്നിനും ചെല്ലുമ്പോൾ ഞങ്ങൾ ഇതേപോലുള്ള വേഷത്തിലാണ് ചെല്ലുന്നത്. എടുത്തുകൊണ്ട് വരക്കം നടക്കുന്ന വഴിയല്ല. സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്, പിള്ളേരെ കണ്ടു, ഒരാൾക്ക് ജീവനുണ്ട് എന്ന് അറിയിച്ച് പോലീസുകാരെണ്ണം കയ്യിൽ അയച്ചു തന്നു. അതിനകത്താണ് എടുത്ത് ഇന്നലെ ഏകദേശം ഒരു 5:30 കൂടി തന്നെ 2 പെൺകുട്ടികൾ അതുകൊണ്ട് ആ ഭാഗത്ത് വന്ന് കാണാം. അതായത് ഫെൻസിങ്ങിന് ഇപ്പുറത്ത് വന്നെങ്കിൽ മാത്രമേ ആൾക്കാരെ കാണാൻ പറ്റൂ. അതായത് അവർ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് ആരോ ഒരു പയ്യൻ ശ്രദ്ധയപ്പെട്ടു. അതിൻ്റെ വീഡിയോ എടുത്തു. അവൻ ഇവിടെ വന്നിട്ട് ആൾക്കാരെ കാണിച്ചു. അപ്പോഴത്തേന് എന്തിനു ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ തയ്യാറായിട്ട് പെട്ടെന്ന് കീർപ്പാൻ പറ്റത്തുള്ളൂ. കാരണം അവിടെ കയറുമ്പോൾ ആ റേഷൻ കടയിൽ ചേച്ചി കണ്ടോണ്ട് നിൽക്കുകയാണ് രണ്ടുപേര് താഴോട്ട് വീഴുന്നത്. എൻ്റെ മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ മലയുടെ ആ വേലിയും കഴിഞ്ഞൊരു 10-30 മീറ്റർ കൂടെ താഴോട്ട് 2 കുട്ടികളിരിക്കുന്നു. 2 പേര് ഇരിക്കുന്ന കാലത്ത് ഇവൻ കണ്ട. അന്നേരം ഉടനെ ഇവൻ ഇത് വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഓടി വന്ന് ഇവിടെ ജംഗ്ഷനിൽ അറിയിക്കുകയും അങ്ങനെ ജംഗ്ഷനിൽ നിന്ന് പിള്ളേർ പോലീസ് സ്റ്റേഷനെയും ഈ 2ാം വാർഡ് മെമ്പറെ അറിയിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഇവത്തങ്ങൾ അപ്പോഴത്തേക്ക് ഇവിടുന്ന് ചാടി. ഇവിടുന്ന് 2 ലേഡീസ് കാണുകയും ചെയ്തു. ഒരു കുട്ടി ചാടുന്നു, മറ്റേത് കാണുന്ന കണ്ടില്ല. അപ്പോഴേ അവർ ഇരുന്ന് പോയി. എന്നിട്ട് ഇവർ ഓടി, ഈ 3 കുട്ടികളും കൂടെ ചേർന്ന് ഈ മലയിൽ ഓടി കയറി ചെല്ലുക. പക്ഷേ ഇവർ ചെന്ന് കണ്ടു. അവർക്ക് അന്നേരം ഇത് എടുക്കാൻ പറ്റത്തില്ല. കാര്യം ഇവർ 3 പേര് പാൻസ് ആയിട്ടിരിക്കുന്നത്. 3 പേര് പാൻസ് ഇട്ടിരിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ എൻ്റെ ഒരു അനിയൻ എന്ന് പറയാം, അനിയൻ പിള്ള, പുള്ളി ഒരു പോലീസുകാരനാണ്. പുള്ളി ചെന്ന് പുള്ളിയുടെ കയ്യിൽ അഴിച്ചു കൊടുക്കുക. ഇത് അഴിച്ചു കൊടുത്താൽ ഒന്നിനെ അതിനകത്ത് കിടത്തി ഒന്നിനെ തോളിൽ എടുത്തുകൊണ്ട് വരിക. പിന്നെ ഇവിടെ നിന്ന് പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് ഇവിടെ ഉള്ളവരല്ല. ഇത് മെയിനായിട്ട് ഇവിടെ വരുന്നത് ഇവിടെ ഉള്ളവരല്ല. നമുക്ക് തന്നെ ഈ വണ്ടി ഓടുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം. ഇവിടെ വന്ന് വഴി ചോദിക്കുകയും നിങ്ങൾ എവിടെ ഉള്ളതാണെന്ന് പോലും അറിയത്തില്ല. ഇവർ വരുന്ന എന്തിനാണെന്ന് പോലും അറിയത്തില്ല. ഇവിടെ ഉള്ളവർക്ക് പോലും ഇതിൻ്റെ മണ്ടേ കയറിപ്പോൾ ചുവ വഴി അറിയത്തില്ല. ഇത് വന്ന് വഴി ചോദിക്കുക, ഞങ്ങൾ പറഞ്ഞു വിടുക. ഇതാ ആർക്കെങ്കിലും വല്ലതും പറയാൻ പറ്റൂ? പറഞ്ഞാൽ നമ്മളെ തിരിച്ചെതിർക്കുകയോ ചെയ്യുന്നവർ. ഈ പെൺപിള്ളേർ പോലും നീ ആരാടാ ചോദിക്കാമെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അമ്മാതിരി പ്രശ്നം കൊണ്ട് നമ്മൾ ആരും അനങ്ങാൻ പോകത്തില്ല. കാര്യം പ്രായപൂർത്തിയാവാത്ത കൊച്ചുങ്ങളെ വല്ലതും പറഞ്ഞിട്ട് അവരുകൊണ്ട് കേസ് കൊടുത്താൽ നമ്മൾ പോസ്കോ കേസ് അകത്താവും. നമ്മളൊക്കെ സുഖമില്ലാത്തവരൊക്കെ. ഇവിടെ ഏറ്റവും മെയിൻ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു പ്രശ്നം. അത് പഞ്ചായത്ത് ഒരു നേരെ നോക്കിക്കൊണ്ട് എക്കോ ടൂറിസത്തിന് ഇതൊരു നിലപാടെടുക്കുക എന്തെങ്കിലും ചെയ്തിരുന്നുണ്ടെങ്കിൽ ഇങ്ങനൊന്നും ഉണ്ടാകത്തില്ല. ഇതിനൊരു സംരക്ഷണവും ഇല്ല. അവിടെ പോകുന്നത് ഭയങ്കര ദുഷ്കരമാണ്. ദുഷ്കരമാണ്. ഈ വീണെടുത്ത് കയറിപ്പോൾ ഭയങ്കര പാടാണ്. കാര്യം മുള്ളും എല്ലാം കൂടെ നമുക്ക് നമ്മൾ കയറി പോകുന്നവരുടെ ശരീരം എല്ലാം കീറും. അത് നോക്കി കണ്ട് കയറി പോയില്ലെങ്കിൽ ഒരുമാതിരി ഇഞ്ച മുള്ളും പോലുള്ളതും അല്ലാത്തതൊക്കെ നിൽക്കുന്നത്. വിഷ്ണു എന്തായിരുന്നു കാണുന്നത്? ഞാൻ ജംഗ്ഷനിലോട്ട് ഇറങ്ങി വരാൻ വേണ്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ 2 പേര് ഇരിക്കുന്നത് കാണാം. ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ അവരിക്കുന്നത് ഡേഞ്ചർ ഏരിയയിലാണെന്ന് മനസ്സിലായി. നേരെ ജംഗ്ഷനിൽ വന്ന് ഫ്രണ്ട്സിനോട് പറഞ്ഞു, അത് ഇവരോട് പറഞ്ഞു. അതിനുശേഷം പ്രതിനിധികളോട് പറഞ്ഞു. പ്രതിനിധികൾ പോലീസുകാരെ വിളിക്കുകയും പോലീസുകാർ വരാൻ കുറച്ച് ലേറ്റാവുമെന്ന് പറഞ്ഞു. കാരണം വേറെ എവിടെയോ നിന്നതാണ്, അത് അവരുടെ കുറ്റമല്ല. അവർ വന്നതും കുട്ടികൾ ചാടുന്നതും ഒരേ സമയം. പോലീസുകാർ ജംഗ്ഷനിൽ വന്നു ഞങ്ങളോട് സംസാരിക്കാൻ വേണ്ടി. ആ സമയം അവിടെ കുട്ടികളെടുത്ത് ചാടുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ പോലീസുകാരോട് സംസാരിക്കാൻ നിന്നില്ല. കാരണം കുട്ടികൾ ഇരുന്ന ഏരിയ എൻ്റെ വീടിൻ്റെ ഭാഗമായതുകൊണ്ട് വീണാൽ എവിടെ വീഴുമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കറിയാവുന്ന സ്ഥലമായതുകൊണ്ട് ഞങ്ങൾ ഓടി എത്രയും പെട്ടെന്ന് ഇവരെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ചിന്ത. ഭയങ്കര കാടായിരുന്നു. പോയി കണ്ടപ്പോൾ ഒരാൾക്ക് അനക്കം ഉണ്ടായിരുന്നു. ഒരാൾ എണീക്കാൻ ശ്രമിക്കുക, ഒരാൾക്ക് ചെറിയ അനക്കേ ഉള്ളൂ. കാല് ഒരുമാതിരി പൊങ്ങി കിടന്ന, ബോഡി കാണാൻ പറ്റാത്ത രീതിയിൽ പാറയുടെ ഇടുക്കി കിടന്നതാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇപ്പോൾ കാല് മാത്രമേ ഉള്ളൂ. ചെന്ന് നോക്കിയപ്പോൾ 2 പെൺകുട്ടികളാണ്. ഒരാൾക്ക് അനക്കമുണ്ട് ചെറിയ, ഒരാൾ എണീക്കാൻ ശ്രമിക്കുന്നുണ്ട്. എടുത്തുകൊണ്ട് വന്നത് ഞങ്ങളവിടെ ചെന്നത് ഞങ്ങൾ 3 പേരെ ചെല്ലുന്നത്. ഇവനെ ഈ വീട്ടിലെ കൂട്ടുകാരാണ്. ഞങ്ങൾ 3 പേരും ചെല്ലുമ്പോൾ ഞങ്ങൾ ഇതേപോലുള്ള വേഷത്തിലാണ് ചെല്ലുന്നത്. എടുത്തുകൊണ്ട് വരക്കം നടക്കുന്ന വഴിയല്ല. വഴിയില്ല അവിടെ വഴിയില്ല. നമുക്ക് എടുത്തുകൊണ്ട് വരക്കം നടക്കില്ല. സ്ട്രക്ചറിൽ ഒരു കാരണവശാലും എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല. കയ്യിലും കൊണ്ടുവരാൻ പറ്റത്തില്ല. ഒരു കയ്യിലെയോ സാരി ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വരാം. അങ്ങനെ എല്ലാവരെയും കോൺടാക്ട് ചെയ്തു. ഞങ്ങൾ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്, പിള്ളേരെ കണ്ടു, ഒരാൾക്ക് ജീവനുണ്ട് എന്ന് അറിയിച്ച് ഒരു പോലീസുകാരാണ് നാട്ടിലെ അനിയൻപിള്ള എന്ന പേര്. അങ്ങേരെ ഓടിയെത്തി. ഒരു എക്സ് മെമ്പറും കൂടെ ഓടിയെത്തി. അവരിൽ ഒരാൾ കയ്യിൽ അഴിച്ചെന്ന്, അനിയൻപിള്ള പോലീസുകാരെണ്ണം കയ്യിൽ അഴിച്ചെന്ന്. അതിനകത്താണ് എടുത്ത് കുട്ടികളെ ആംബുലൻസിൽ കയറ്റുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് വരാൻ. കുറച്ച് ദുർഗുണം പിടിച്ച വഴിയായിരുന്നത്. ഞാൻ ഇവിടെ ഇങ്ങനെ നിന്ന സമയത്ത് ആ പാറയുടെ മുകളിൽ 2 കൊച്ചുങ്ങളെ ബാരിക്കേഡിന് വെളിയിലിരുന്ന് അവരവിടെ ഇരുന്ന് ഇവിടെ പോയപ്പള്ളിയിൽ നിന്ന് ആ പോലീസ് വണ്ടി വിളിച്ചു പറഞ്ഞ് ആരൊക്കെയോ വിളിച്ചു പറഞ്ഞ് വന്നു. വണ്ടി വന്ന സമയത്ത് അവിടെ മുകളിൽ നിന്ന് ആരോ വന്ന് ഈ കൊച്ചുങ്ങളോട് അവിടെ നിന്ന് എണീറ്റ് പോകാൻ പറഞ്ഞു. അവരെടുത്ത് 2 പേരോട് ഇങ്ങി ചാടുമായിരുന്നു. ഭയങ്കരമായ ബുദ്ധിമുട്ടായിരുന്നു. എടുത്ത് ചാടുന്ന രംഗം കണ്ട് കുറച്ചു നേരത്തിന് ഒരു മണിക്കൂറത്തിന് എനിക്ക് വല്ലാത്ത ഒരവസ്ഥയായിപ്പോയി.